രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഇതേസമയം വർണ്ണ ഇന്നലെ വെളുപ്പിനെ തന്നെ അച്ചുവിനെയും കൊണ്ട് രാജ്യം വിട്ടു. പൊട്ടൻ. അച്ചുവിന്റെ കല്യാണം കഴിഞ്ഞൊന്നും അറിഞ്ഞിട്ടില്ല, ആള് മാറിയതും അറിഞ്ഞിട്ടില്ല. ഇന്നലെ 12 മണിയോടുകൂടി രോഹി വിളിച്ചതിനെ തുടർന്ന് വർണ്ണ ഗസ്റ്റ് ഹൗസിലെത്തി കാത്തിരുന്നു. നമുക്കേ ഇന്നലെ രാത്രിയിലേക്കൊന്നു പോകാം, വാ. 11 മണിക്ക് രോഹി അച്ചുവിന് വേണ്ട ഉറക്ക ഗുളിക കലക്കിയ പാലും കൊണ്ട് റൂമിലേക്ക് ചെന്നു. എന്നാൽ നമ്മുടെ പിള്ളേർ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവള് പാൽ ആരും കാണാതെ അവിടെ വെച്ചിട്ട് പോയി. ഇതേ സമയം അശ്വന്ത് ആ പാലങ്ങ് മാറ്റി. ആ പാലുകൊണ്ടേ നമ്മുടെ മൗനക്ക് വെച്ചു കൊടുത്തു. ഹൽദി കഴിഞ്ഞ അന്ന് രാത്രി പാലുടിക്കണമെന്ന് അശ്വന്ത് അവളോട് പറഞ്ഞു. അതൊരു ആചാരാണെന്നും പറഞ്ഞു. മൗന അത് കേട്ടത് എടുത്തു കുടിച്ചു. കുറച്ചു കഴിഞ്ഞത് നമ്മുടെ പിള്ളേർ. ഇതിൽ ആൺപടകളില്ലട്ടോ, അവര് വേറെ പണിയും കൊടുത്തു. അച്ചുവിനെ അയച്ചു എന്തോ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞു ബാൽക്കണിയിലേക്ക് മാറ്റി. എന്നിട്ട് ധ്രുവിന്റെ കാര്യവും പറഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ആൺപടകള് മൗനയെ പൊക്കിയെടുത്ത് അച്ചുവിന്റെ ബെഡിക്കിടത്തി ഒരു പുതപ്പൂട്ട് മൂടി. എന്തൊരു മുടിഞ്ഞ ഭാരമാണടേ. ഓ, എന്റെ നടു ഒടിഞ്ഞു. കാണുമ്പോ അല്ല, ചുള്ളിക്കമ്പാണെങ്കിലും മുടിഞ്ഞ വെയിറ്റാണ്. മനു, വേഗം വാ, നമുക്ക് മാറി നിൽക്കാം. അശ്വന്ത് പറഞ്ഞത് എല്ലാം കൂടി ബാത്റൂമിൽ കയറി നിന്നു. മനു പതിയെ ഡോറ് തുറന്നത് രോഹി അകത്തേക്ക് കയറി വരുന്നതാണ് കണ്ടത്. ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞത് 2 പേരകത്തേക്ക് വരുന്നതും കണ്ടു. 2 പേര് മൗനയെ പൊക്കിക്കൊണ്ടുപോകുന്നത് കണ്ടവന് പ്ലാൻ സക്സസ് എന്ന് കാണിച്ചു. ഇനി നീ അവന്റെ കൂടെ ആയിരിക്കും അഹല്യ. ഒന്ന് പുറം ലോകം കാണാൻ നീ കൊതിക്കും. അച്ചുവിനെ കണ്ടുപോകുന്നത് നോക്കി രോഹി പറഞ്ഞു. ബൈ. അവൾ പോയത് രോഹി നേരെ തന്റെ റൂമിലേക്ക് നടന്നു. എടാ, ഇവൾക്കൊട്ടൊരു പണി കൊടുക്കണ്ടേ? നാളെ എഴുന്നേൽക്കാത്തക്ക വിധം രോഹി പോയത് അപ്പൂസിനോട് കിച്ചു ചോദിച്ചു. അതൊക്കെ ഞാൻ നേരത്തെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൂസ്. അതെങ്ങനെ? വാ, ഞാൻ കാണിച്ചു തരാം. എല്ലാ ആൺപടകളും കൂടി നേരെ റോഹിയുടെ മുറിയിലെത്തി നോക്കുകയാണ്. അപ്പോഴാണ് അവളൊരു ബിയർ ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തിയത്. എടാ, ഇത് ഞാനതിൽ കുറച്ച് കൂടുതലേ ഉറക്ക ഗുളിക കലർത്തി വെച്ചിരുന്നു. അതാണ് അവളിപ്പോ കുടിക്കുന്നത്. ഇനി അവൾ എഴുന്നേൽക്കാൻ 2 ദിവസം പിടിക്കും. അപ്പൂസ്. എടാ, തട്ടിപ്പോവോ? മനു സംശയം ചോദിച്ചു. ഇല്ല, നാളെ രാത്രി വന്ന് നോക്കാം. അഥവാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നേ. എടാ, മൗനെ ആരായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക? കിരൺ. ആവോ, എന്തായാലും നമ്മുടെ ചില ഷോട്ടല്ലോ, അത് മതി. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. മനു പറഞ്ഞത് എല്ലാരും ശരിവെച്ചു. അപ്പൊ ധ്രുവ് സാറിന്റെ കല്യാണം മുടങ്ങും, ദശ് സാറിന്റെ കല്യാണം നടക്കും. നാളെ നോക്കാം. പിറ്റേന്ന് രാവിലെ മാലിനി തന്റെ മകളെ വിളിക്കാൻ വരുമ്പോൾ കാണുന്നത് ഡോർ തുറന്നു കിടക്കുന്നതാണ്. ഏട്ടാ! മാലിനിയുടെ ശബ്ദം അവിടെ ആകെ അലയടിച്ചു. എന്താ മാലു? ദീപക് ഓടിയെത്തിക്കൊണ്ട് ചോദിച്ചു. ഏട്ടാ, മോളെ കാണുന്നില്ല. എന്താ നീ പറഞ്ഞേ? ഇന്ന് വിവാഹമാണ് അവരുടെ. ഏട്ടാ ഇവിടെ കാണുന്നില്ല. ഏട്ടാ, നീ ബാത്റൂമിലൊക്കെ നോക്ക്. ചിലപ്പോലെ വർക്കൗട്ട് ചെയ്യാൻ പുറത്തു പോയി കാണും. ഇല്ല ഏട്ടാ, എല്ലായിടത്തും നോക്കി, ഇവിടെ ഒന്നും കാണുന്നില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു. നമ്മുടെ മോള് ചതിച്ചോ? നീ ഒന്നും ചിന്തിക്കണ്ട, ഞാനൊന്ന് അലോകിനോട് സംസാരിക്കട്ടെ. ഈ സമയം കൊണ്ട് തന്നെ അച്ചുവിനെ റെഡിയാക്കി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. കൂടെ വരന്മാരും. അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് ദീപക് വിളിക്കുന്നത്. താൻ എന്താടോ ഈ പറയുന്നേ? മോളെ കാണുന്നില്ലെന്നോ? അത് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആര് കൊണ്ടുപോവാനാ? അറിയില്ല ലോക്, ഇവിടെ മോളെ കാണുന്നില്ല. എന്ത് ചെയ്യണമെന്നും അറിയില്ല. എടാ അപ്പൂസേ, അലോക് സാറിന്റെ മുഖമൊക്കെ ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കുകയാണ്. സംഗതി എല്ലാം അറിഞ്ഞൂന്നാ തോന്നുന്നേ. അപ്പൊ ധ്രുവ് സാർ ആരെ കിട്ടും? കിച്ചു. നമുക്ക് നോക്കാം. ഇതേ സമയം അച്ചുവിന്റെ കഴുത്ത് ദക്ഷിതാലി ചാർത്തി. അപ്പൊ ധ്രുവ് സാർ ആരെ കിട്ടും? കിച്ചു. നമുക്ക് നോക്കാം. ഇതേ സമയം അച്ചുവിന്റെ കഴുത്ത് ദക്ഷിതാലി ചാർത്തി. ധ്രുവിന്റെ പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചുപോയി പോയെന്ന് അവിടെ വാർത്ത പരന്നു. ധ്രുവ് തന്റെ ദേഷ്യം മൊത്തം കയ്യിൽ പിടിച്ചു തീർക്കുകയാണ്. ഇങ്ങനെ ഒരു വിഡ്ഢിവേഷം കെട്ടിച്ചതിൽ അവളോട് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ട്. അലോക് ദേഷ്യം കടിച്ചമർത്തിയാണ് നിൽക്കുന്നത്. അലോക് എന്തോ ഓർത്ത പോലെ അയാളുടെ കണ്ണുകൾ ചുറ്റിനും തിരഞ്ഞു. തേടിയതെന്തോ കയ്യിൽ കിട്ടിയതും അയാളുടെ കണ്ണുകൾ തിളങ്ങി. ഇതേ സമയം ഹലോ കൃഷ്ണന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. കൃഷ്ണൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഐശുവിനെ കൂട്ടി അവിടെയുള്ള റൂമിലേക്ക് പോയി. പാവൻ രോഹി ഇതൊന്നും അറിയാതെ സുഖനിദ്രയിലാണ്. പാവം, നാളെ ദക്ഷിണ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു കിടന്നുറങ്ങുന്നു. അച്ഛൻ എന്താ ഈ പറയുന്നേ? എനിക്ക് പറ്റില്ല. അതുപോലെ വേറൊരാളെ താലുകെട്ടാൻ നിന്നൊരു വ്യക്തിയെ. മോളെ, അച്ഛനൊന്ന് പറയുന്നത് കേൾക്ക്. നീ വെച്ച് ഒരു കുടുംബത്തിലായിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും പിരിയേണ്ടി വരില്ല.
അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മാത്രം ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ വേറെ ആരെ കാണിച്ചാലും ഞാൻ വിവാഹം ചെയ്യാം, പക്ഷെ ഈ വിവാഹം വേണ്ട. എന്നാ അച്ഛൻ നിർബന്ധിക്കുന്നില്ല, മോളുടെ ഇഷ്ടം. പോകാൻ നിന്നത് തന്റെ പുറകിലെല്ലാം കേട്ടു നിൽക്കുന്നവനെ കണ്ട് അച്ചു ഒന്ന് പേടിച്ചു. അങ്കിൾ, ജസ്റ്റ് മിനിറ്റ്, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കണ്ട. അച്ഛാ വാ പോകാം. ഇതേ സമയം വരൻ മൗനെ കൊണ്ടുപോകുന്നത് നേരെ അവന്റെ സ്ഥലത്തേക്കായിരുന്നു. അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവളുടെ കൈ ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്തിരുന്നു. അതിന്റെ മയക്കത്തിലാണ് വരൻ അവളെ എടുത്ത് തന്റെ മുറിയിലേക്ക് കയറി അവളെ ബെഡിൽ കിടത്തി. അതിനുശേഷം അവന്റെ കയ്യിൽ ഡ്രഗ്സ് ഇഞ്ചക്ട് ചെയ്തു. നിനക്കറിയോ അഹല്യ, ഞാൻ ഒരുപാട് പെൺകുട്ടികളെ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ രോഹി, അവൾ നിന്റെ ഫോട്ടോ അന്ന് അയച്ചു തന്നത് മുതൽ നിന്നെ നേടാൻ കൊതിക്കുകയായിരുന്നു ഞാൻ. മൗനയുടെ മുഖത്ത് തുണി മാറ്റിയത് ഡ്രഗ്സിന്റെ വീര്യം മൂലം അവൻ അച്ചുവാണെന്നാണ് തോന്നിയത്. അവനെ അവൾ കൊതിയോടെ നോക്കി. ഇനി നിന്നെ എന്നിൽ നിന്നും ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. ഞാൻ ഈ നിമിഷം തന്നെ നിന്നെ എന്റേത് മാത്രമാക്കാൻ പോകുക. ക്രൂരത നിറച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അവനിൽ നിറഞ്ഞു നിൽക്കുന്നത് അച്ചുവായിരുന്നു. പിന്നെ ഒരു പ്രാന്തനെ പോലെ അവളിൽ ഉണ്ടായിരുന്നതെല്ലാം പറിച്ചെറിഞ്ഞുകൊണ്ട് അവളിലേക്ക് കുതിച്ചു. മൗനമയക്കത്തിലായിരുന്നതിൽ ഒന്നും അറിഞ്ഞിരുന്നില്ല. അവളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ അത്രത്തോളം വേദനിപ്പിച്ചുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അപ്പോഴും അവനിൽ നിന്ന് ഒരേ ഒരു പേര് മാത്രം പുലമ്പിക്കൊണ്ടിരുന്നു, അഹല്യ, അഹല്യ. അങ്കിൾ, ജസ്റ്റ് മിനിറ്റ്, എനിക്കൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കണ്ട. അച്ഛാ വാ പോകാം. ഐഷു കൃഷ്ണന്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നതും അവളുടെ കൈ മറ്റൊരു കൈപിടി മുറുക്കി. അതാരാണെന്നറിയാവുന്നതുകൊണ്ട് അവൾ ഇരു കണ്ണുകളോടിച്ച് അവിടെ തന്നെ നിന്നു. കൃഷ്ണൻ തന്റെ മകളെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ആ കൈ വിടുവിച്ച് ഡോറടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്താ പറയാനുള്ളത്? ഐഷു കണ്ണുകളടച്ച് ചോദിച്ചു. നീ ഈ കല്യാണത്തിന് സമ്മതിക്കണം. ഇല്ലെങ്കിൽ അവനൊന്ന് തല ചരിച്ചുകൊണ്ട് ക്രൂരമായി അവളെ നോക്കി ചിരിച്ചു. എന്താ? പിന്നെ നിന്റെ അനിയനില്ലേ, എന്റെ അളിയനാകാൻ പോകുന്നവൻ. ഓ, എവിടെ നോക്കിയാലും ഭീഷണി മാത്രമേ ഉള്ളൂ, പട്ടിത്തെണ്ടി. അവന് ഞാനങ്ങ് തട്ടും. പിന്നെ നിന്റെ ഫ്രണ്ട്സിനെയും. ഓ സമാധാനം, അച്ഛനെ ഒഴിവാക്കിയാലോ? സമ്മതം. പക്ഷെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് സമ്മതിക്കണം. ഇല്ല, അവനത് പറയാൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. അയ്യേ, ഇതെന്തോന്നു? സാധാരണ സ്റ്റോറികളിൽ രണ്ടുപേരിൽ ഒരാൾ കണ്ടീഷൻസ് പറയുമ്പോൾ അത് സമ്മതിക്കും. ഇയാളെ ഞാൻ എന്തുകൊണ്ട്? എനിക്ക് നീ പറയാൻ പോകുന്നത് എന്താണെന്നറിയാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്റെ താലി കഴുത്തി കയറിയ നീ എന്റെ ഭാര്യയാണ്. ആ താലി കഴുത്തി കയറുന്ന നിമിഷം മുതൽ എനിക്ക് നിന്നിലും നിനക്ക് എന്നിലും എല്ലാവിധ അവകാശവും ഉണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. അവനൊന്നുകൂടി കടുപ്പിച്ചു പറഞ്ഞു. പിന്നെ നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ തൊടാൻ പാടില്ലെന്നൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും. നിനക്കത് എതിർക്കാം, തടയാം, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഓ, അപ്പൊ ഇതൊന്നും ഇങ്ങേരുടെ അടുത്ത് വിലപ്പോകില്ല. പിന്നെയുള്ളത് എതിർക്കുക. എണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്നതാ. പിന്നെ എന്നെ എതിർക്കാൻ നോക്കുമ്പോ എതിർവശത്ത് ഞാനാണുള്ളതെന്നും കൂടി മറക്കരുത്. അതിനുള്ള ശിക്ഷയും നീ തന്നെ അനുഭവിക്കും. എന്തോന്ന്? ഇതിലും ഭേദം ഞാൻ തന്നെ കെട്ടുന്നതാ. ഒന്നും തടയാൻ അവകാശമില്ലേ? പുല്ലി, ഇതിലും ഭേദം ആ സൈക്കോയായിരുന്നു. എന്തു പറയുന്നു? നിനക്ക് സമ്മതാണോ? എന്റെ കണ്ടീഷൻസ് ഒന്നും എന്നെ കൊണ്ട് പറയിച്ചില്ല. അയാളുടെ ഓരോ കണ്ടീഷൻസ് ഇതെനിക്ക് തന്നെ പാരയാകും. നോക്കിക്കോ, തനിക്കിട്ട് ഞാൻ നല്ലത് തരും. ഇപ്പൊ തന്റെ കോട്ടിലാ പന്ത്, നാളെ അത് എന്റെ കോട്ടിലും വരും. അപ്പൊ ഞാൻ ഇതിനൊക്കെ ചേർത്ത് ഓടിക്കും. ഈ ഐശ്വര്യാണ് പറയുന്നത്. കഴിഞ്ഞോ? എന്ത് ആലോചിച്ചു കഴിഞ്ഞോന്ന്? അരമണിക്കൂറിൽ റെഡിയാകാൻ ബ്യൂട്ടീഷ്യൻ വരും എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ധ്രുവ് പോയതും ആ ദേഷ്യത്തിൽ തിണ്ണയിലിട്ട് നല്ല 2 ചവിട്ട് കൊടുത്തു. ധ്രുവ് അവൾക്ക് വേണ്ട സാരിയും ഓർണമെന്റ്സും എല്ലാം കൊടുത്തുവിട്ടു. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞോണ്ടാണ് ഇതൊക്കെ എടുത്തു വെച്ചിരുന്നത്. ഐഷു റെഡിയായി വന്നതും എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞു. മഞ്ഞയും ഒനിയൻ പിങ്ക് കളർ സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു അവൾ. കൃഷ്ണനും മാലതിയും തന്റെ മകളെ നെഞ്ചോട് ചേർത്ത് മൂർധാവിൽ ചുംബിച്ചു. നമ്മുടെ പടകളെല്ലാം കണ്ണു മിഴിച്ചു നോക്കി നിൽക്കുകയാണ്. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. ആരു? ഹലോക് ദേഷ്യത്തോടെ വിളിച്ചു. ആരുഷ് തന്റെ ഏട്ടനെ നോക്കി. ഞാൻ സമ്മതിക്കില്ല ഏട്ടാ. എന്റെ മകൾ ഇവിടെ ഉള്ളപ്പോ എന്തിനു പുറത്തുനിന്നൊരു പെണ്ണിനെ തെരഞ്ഞെടുക്കണം? എന്നാ നിന്റെ മകളെ വിളിക്ക്.
എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ. നരേന്ദ്രൻ പറഞ്ഞതും ആരുഷി വേഗം ഫോണെടുത്ത് ആരോഹിയെ വിളിച്ചു. റിങ് പോകുന്നതല്ലാതെ കോൾ എടുക്കുന്നില്ല. എന്തേ, നിന്റെ മകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? നരേന്ദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചതും അവർ ഒന്ന് പരിങ്ങി. അത് അതച്ഛ മോൾ എടുക്കുന്നില്ല. എനിക്കറിയാം, ഇത്ര പേര് ഇവിടെ ഉണ്ട്, എന്നിട്ട് നിന്റെ മകൾ മാത്രം ഇവിടെ ഇല്ല. ദേ മനുഷ്യ, എന്തെങ്കിലും പറ. ആരുഷി സഞ്ജയെ നോക്കി പറഞ്ഞു. ഞാൻ എന്തു പറയാൻ? നിനക്കല്ലേ നിർബന്ധം, നീ തന്നെ പറഞ്ഞു, എന്നെ കൂട്ടണ്ട. എന്നാലേ എനിക്ക് മറ്റൊരു മകളുണ്ട്. ആരുഷി പറഞ്ഞു നിർത്തിയതും ഒരു ശബ്ദം കേട്ട് എല്ലാവരും നോക്കി. കവളിൽ കൈയും വെച്ചിരിക്കുന്ന ആരുഷിയാണ് എല്ലാവരും കണ്ടത്. കൈ കുടയുന്ന സഞ്ജയ്. ഇനി നീ ഒരക്ഷരം മിണ്ടിയ അടിച്ചു നിന്റെ അണപ്പല്ല തെറിപ്പിക്കും ഞാൻ. സോറി അച്ഛ, ഇപ്പൊ ഇത് കൊടുത്തില്ലേ ഇവള് പിന്നെ നേരെ ആവില്ല. സാരമില്ലടോ, നീ ഇത് നേരത്തെ കൊടുക്കണ്ടായിരുന്നു, കുറച്ച് വൈകിപ്പോയി. നരേന്ദ്രൻ പറഞ്ഞതും എല്ലാവരും കൂട്ടച്ചിരിയായി. അങ്ങനെ ഐഷു അച്ചുവിന്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി നേരെ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു. എതിർവശത്തെ അച്ചു ഐഷുവിനെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഐഷു അച്ചുവിനെ ദയനീയമായി നോക്കി. പൂജാരി താലി എടുത്തു കൊടുത്തതും ധ്രുവ് ഐഷുവിനെ ഒന്ന് നോക്കി തലയും കുമ്പിട്ട് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ 3 കെട്ടും കെട്ടി താലത്തിൽ നിന്ന് സിന്ദൂരവും ചാർത്തി വലവും വെച്ച് കന്യാദാനം നടത്താൻ കൃഷ്ണൻ മുന്നോട്ട് വന്നതും ആദ്യം അച്ചുവിനെ ദശന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, അവൾക്ക് ഞാൻ അച്ഛനെ പോലെയാ. അതുപോലെ എനിക്കും ഐഷു അച്ചു രണ്ടുപേരും എന്റെ മക്കളാണ്. സങ്കടപ്പെടുത്തരുത്. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്റെ മോളെ കൈവിടാതെ നോക്കിക്കൊള്ളണം. അച്ചുവിനും വൈദുവിനും. അത് കേട്ടതും കരച്ചിൽ വന്നു. അച്ചു ഓടിപ്പോയി കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൂടെ ഐഷുവും. ഇതെല്ലാം കണ്ട് അലോകിനും കുടുംബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവരുടെ ഒത്തൊരുമയോടുള്ള സ്നേഹം കണ്ട്. മതി എന്റെ കുട്ടികളെ, മക്കളിൽ നിങ്ങളെ നോക്കി നിൽക്കുവാണ്. അടുത്ത് കൃഷ്ണൻ ധ്രുവിന്റെ അടുത്തേക്ക് വന്ന് ഐഷുവിനെ കൈ പിടിച്ചു കൊടുത്തു. അച്ഛനൊന്നും പറയാനില്ലേ? ധ്രുവ് ചോദിച്ചത്. ഞാൻ എന്തു പറയാനാ, നീ തന്നെ തെരഞ്ഞെടുത്തതല്ലേ. ഒരു കാര്യം പറയാം, മോൻ അവക്ക് പണി കൊടുക്കുമ്പോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. നീ കൊടുക്കുന്ന പണിയല്ല അവൾ ഓർമ്മയിൽ വെച്ച് ഒരു 18ന്റെ പണി അങ്ങ് തരും. ഈ വാക്കുകൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചേക്കണം. അല്ല വേണ്ട, സമയമാകുമ്പോ നിനക്ക് തന്നെ എന്റെ ഈ വാക്കുകൾ ഓർമ്മ വരും കേട്ടോ. അച്ഛേ, ആയുഷ് വിളിച്ചതും കൃഷ്ണൻ ചിരിച്ചു. ഒന്നും മനസ്സിലാവാതെ നോക്കി ധ്രുവ്. ചുമ്മാതാടാ, ധ്രുവിന്റെ തോളിൽ തട്ടിക്കൊണ്ടു പറഞ്ഞു. എല്ലാരും കൂടെ ഫുഡ് കഴിക്കാൻ കയറി. പപ്പടം, പഴം, പായസം എല്ലാം കൊണ്ടും കേമമായ ഗുണം. 2 ചെക്കന്മാർക്ക് ഒരു പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറാമാൻ. അങ്ങോട്ട് വാരി കൊടുക്കുന്നു, ഇങ്ങോട്ട് വാരി കൊടുക്കുന്നു. ദശ ആദ്യം അച്ചുവിന് വാരിക്കൊടുത്തു. അതുപോലെ അച്ചു വാരിക്കൊടുത്തു. ദശ അച്ചുവിന്റെ വിരലുകൾ ഉൾപ്പെടെ വായിലിട്ട് ചപ്പി. അച്ചു അതറിഞ്ഞപ്പോ ഒന്ന് വിറച്ചുപോയി. ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി തല താഴ്ത്തി. ധ്രുവ് ഐഷുവിന് വാരിക്കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് ധ്രുവ് അത് തന്റെ വായിലേക്ക് വയ്ക്കുന്നത്. അവൾക്ക് കുടിക്കില്ല. ലാസ്റ്റ് ക്യാമറാമാൻ നിൽക്കുന്നത് കണ്ട് ധ്രുവ് അവളുടെ വായിൽ വെച്ചത് അച്ചു അങ്ങൊരു കടി വെച്ചു കൊടുത്തു. ചെക്കൻ വിളിച്ചു പോകുമെന്ന പെണ്ണ് വിചാരിച്ചത്. പക്ഷെ ചെക്കന്റെ മുഖഭാവത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന ഭാവമാണ്. ഐശുവിനാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നാ. അച്ചു പിന്നെ ദക്ഷിനെ പേടിച്ച് കഴിച്ചുകൊണ്ട് അച്ചു ഐശുവിനെ നോക്കിയപ്പോൾ സാമ്പാറും അവിയലും കൂടി കഴിച്ചുകൊണ്ടിരിക്കുക. ഐശുവിന്റെ കണ്ണു പോകുന്നിടത്തേക്ക് അച്ചു ഒന്ന് നോക്കി. ധ്രുവിന്റെ പപ്പടത്തിലേക്കാണ് നോട്ടം. അതുകൊണ്ട് അച്ചുവിന് ചിരി പൊട്ടി. ഹർദശിരിക്കുന്നതുകൊണ്ട് അവളത് അടുക്കി പിടിച്ചു. അളിയോ അപ്പൂസ്. രണ്ടുപേരും അപ്പുവിനെ നോക്കി എന്താണെന്ന് ചോദിച്ചു. അത് ഞാൻ ധ്രുവളിനെ വിളിച്ചതാ, അപ്പു ഒന്ന് പേടിച്ചുകൊണ്ട് പറഞ്ഞു. ധ്രുവ് അവനെ നോക്കിയത്. അപ്പു ഐഷുവിനെ കണ്ണു കാണിച്ചു. ധ്രുവ് ഐഷുവിനെ നോക്കിയതും കാണുന്നത് തന്റെ പപ്പടത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കഴിക്കുന്നവളെയാണ്. പപ്പടം വലതുഭാഗത്തായതിനാൽ അതെടുക്കാൻ സാധിക്കുന്നില്ല. അവൻ അവളെ ഒന്ന് നോക്കി ആ പപ്പടം എടുത്ത് പൊട്ടിച്ചു കഴിച്ചു. അവളെ നോക്കി ഒന്ന് പുച്ഛിക്കാനും മറന്നില്ല. തെണ്ടി. അച്ഛാ, എന്താ ഈശ്വരി? കൃഷ്ണൻ വേഗം ഐഷുവിന്റെ വിളിക്കേട്ട് ഓടി വന്നു. എനിക്ക് 2 പപ്പടം വേണം. ഓ, അതായിരുന്നോ? ദാ കഴിച്ചോ, 3 എണ്ണം വെച്ചിട്ടുണ്ട്. താങ്ക് യു. ധ്രുവിനെ നോക്കിയതും അവിടെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവളിൽ മിന്നുമായുന്ന ഭാവങ്ങൾ അവന്റെ കണ്ണുകൾ ഒപ്പിയെടുക്കുകയാണ്. അവനെ നോക്കി ഐഷു അറഞ്ചും പുറഞ്ചും പൊച്ചിച്ചു വിട്ടു. എന്നോടാ കളി. എല്ലാവരും സദ്യ കഴിച്ചു കഴിഞ്ഞത്. എന്നാ ചെക്കന് പെണ്ണ് വണ്ടി കയറിക്കോ. ഒരു വണ്ടിയിൽ തന്നെ വധുവരന്മാർ കയറി. ഡ്രൈവർ സീറ്റിൽ ദശു, മറുഭാഗത്ത് ധ്രുവും, ബാക്കിൽ അച്ചുവും ഐഷുവും കയറി. വീട്ടിലേക്ക് എത്തിയതും വാതിൽപ്പടി തങ്ങളെ കാത്തു നിൽക്കുന്ന കിച്ചോമ്മയാണ് കാണുന്നത്. കയ്യിൽ താലവുമുണ്ട്. ആദ്യം ദശുവിനും അച്ചുവിനും ആരതി ഒഴിഞ്ഞ് കുങ്കുമം തൊട്ടുകൊടുത്തു. അതിനുശേഷം ധ്രുവിനും ഐഷുവിനും. അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് താഴെ ഒരു കുടവും കൂടെ താലവും കാണുന്നത്. താലത്തിൽ കുങ്കുമം കലക്കി വെച്ചിട്ടുണ്ട്. മക്കളെ,
ഈ കുടം കമഴ്ത്തിയിട്ട് താലത്തിൽ ചവിട്ടി വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. കിച്ചുവമ്മ പറഞ്ഞത് രണ്ടുപേരും തലയാട്ടി. ആദ്യം അച്ചു തന്നെ വലതുകാല് നീട്ടി ആ കുടം മുന്നിലേക്ക് മറിച്ചിട്ടതും അതിനുശേഷം ആ കാല് തന്നെ താലത്തിലും വെച്ച് ഇടതുകാലം വെച്ച് കടന്നു. നടക്കുംതോറും ആ വെള്ളട്ടയലിൽ അവളുടെ ചുവന്ന കാൽപ്പാടുകൾ തെളിഞ്ഞു വന്നു. അതുപോലെ തന്നെ ഐഷുവും കുടം മറച്ചിട്ട് താലത്തിൽ ചവിട്ടി അകത്തേക്ക് പ്രവേശിച്ചു. 4 പേരും പൂജാമറിയിലേക്ക് കയറി വരൂ, കിച്ചുവമ്മ പറഞ്ഞത്. 4 അങ്ങോട്ട് നടന്നു. അവിടെ ചെന്നത് അവിടെയും ഒരു താലത്തിൽ കുമുഖം വെച്ചിട്ടുണ്ട്. ദശു അച്ചുമോളിങ്ങ വന്നേ, കിച്ചുവമ്മ വിളിച്ചത്. 2 പേരും അങ്ങോട്ട് ചെന്നു. നിങ്ങളുടെ വലത് കൈ ഈ താലത്തിൽ മുക്കി ആ ഭിത്തിയിൽ പതിപ്പിക്കണം, അതും ഒരുമിച്ച്. 2 പേരും ഒരുമിച്ച് തന്നെ പതിപ്പിച്ചു. അച്ചു ആ ഭിത്തിയിലേക്കൊന്ന് നോക്കി. 3 ജോഡി കൈകൾ പതിപ്പിച്ചിട്ടുണ്ട്. 4 പേർ ദാതയുടെയും ദാദിയുടെ അനുഗ്രഹം വാങ്ങിക്കൂ, കിച്ചുവമ്മ പറഞ്ഞതും 4 പൂജാമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി 2 പേരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. 2 പേരും ഒന്ന് ഫ്രഷ് ആയി പോയി കിടന്നു. റിസപ്ഷൻ 8 മണിക്കല്ലേ, അമ്മ വന്ന് വിളിക്കാം കേട്ടോ. അഹോ, ഇവരെന്ന് റൂമിലേക്ക് ആക്കും. ആ അപ്പച്ചി, വായട്ടത്തിമാരെ. ആദ്യം ധ്രുവിന്റെ റൂമിലേക്ക് ആക്കാൻ വന്നത്. അവിടെ ഐശ്വനാക്കിയിട്ട് നേരെ ദശിന്റെ റൂമിലേക്ക് പോയി അച്ചുവിനെ ആക്കി. ഐശ്വ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നേരെ ബെഡിലേക്ക് വീണു. അവൾ കൂടുതലും തളർന്നിരുന്നു. ആഹാ, അങ്ങനെ അങ്ങ് തളർന്നാലോ? എന്റെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ? ഒന്ന് പോ മനുഷ്യ, ഞാൻ ആകെ തളർന്നിരിക്കോ. അപ്പോഴാ ഞാനൊന്ന് കുറച്ചു നേരം കിടന്നോട്ടെ. അതെങ്ങനെ ശരിയാകും? എനിക്കാണെങ്കിൽ കിട്ടിയതൊക്കെ തിരിച്ചു കൊടുത്താണ് ശീലം. അതും അപ്പൊ തന്നെ. ഐഷു അവനെ മനസ്സിലാവാതെ നോക്കി. എനിക്ക് നീ ഒരു സമ്മാനം തന്നു സദ്യ കഴിക്കുമ്പോ, ഞാനത് തിരിച്ചു തരട്ടെ? അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും ഐഷു അവനെ അന്തം വിട്ട് നോക്കി. തുടരും.